السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. 20-ാം നൂറ്റാണ്ടിൽ കേരളം ദർശിച്ച അതുല്യനായ പണ്ഡിത പ്രഭയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ കേരളം അജയ്യമായ സംഘശക്തിയായി വളർത്തിയതിൽ മഹാനുഭാവന്റെ പങ്ക് ചെറുതല്ല. സംവാദവേദികളിലും കോടതി മുറികളിലും സ്റ്റേജിലും പേജിലും പ്രത്യക്ഷപ്പെട്ട് ആദർശം സംരക്ഷണത്തിലും അവകാശ പോരാട്ടത്തിലും വൈജ്ഞാനിക പ്രസരണത്തിലും മാതൃക തീർത്ത അദ്ദേഹത്തിന് സമുദായം അർപ്പിച്ച പ്രതാപനാമമാണ് ശംസുൽ ഉലമ. പണ്ഡിതരിലെ സൂര്യൻ. യമനിൽ നിന്നും മലബാർ കുടിയേറി പാർത്ത പണ്ഡിത പരമ്പരയിലെ പ്രമുഖനായ കോയക്കുട്ടി മുസ്ലിയാരുടെയും ബീവി കുട്ടിയുടെയും മൂത്ത പുത്രനായി 1914 കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ കടവിലെ എഴുത്തച്ഛൻ കണ്ണിൽ വീട്ടിലാണ് ജനനം. പിതാവിൽ നിന്ന് തന്നെയാണ് വിദ്യാഭ്യാസവും ആത്മീയ ശിക്ഷണവും നേടിയത്. കോഴിക്കോട് ഹിമായത്ത് ഹൈസ്കൂളിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം കരസ്ഥമാക്കി. പിതാവിൽ നിന്നും പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം മടവൂർ കുഞ്ഞായിൻ കോയ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. പിന്നീട് വാഴക്കാട് ദാറുൽ ഉലൂമിൽ ചേരുകയും അബ്ദുൽ ഖാദിർ ഫൽഫരിയായിരുന്നു പ്രധാന ഗുരുനാഥൻ. അബ്ദുൽ അലി കോമു മുസ്ലിയാർ, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ എന്നിവരുടെ ദർസിലും പഠിച്ചിട്ടുണ്ട്. അഹമ്മദ് കോയശാലിയാത്തി, പാനായിക്കോം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, കാപ്പാട് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പ്രഗൽഭ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇജാസത്തുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 1937 ഉപരിപഠനത്തിനായി വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലേക്ക് തിരിച്ചത്. ശൈഖ് അബ്ദുർ റഹീം ഹസ്രത്ത്, ശൈഖ് ആദം ഹസ്രത്ത്, ശൈഖ് അബ്ദുൽ അലി ഹസ്രത്ത്, ശൈഖ് പട്ട് ഹസ്രത്ത് എന്നീ ഗുരുപ്രമുഖരുടെ കീഴിലായിരുന്നു പഠനം. ബാഖിയാത്തിലെ വിദ്യാർത്ഥികൾ ജ്ഞാന സമ്പാദനത്തിനായി അദ്ദേഹത്തിന് ചുറ്റും വട്ടമിരുന്നു. ശിഷ്യന്റെ കഴിവ് മനസ്സിലാക്കിയ ഗുരുനാഥന്മാർ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു. കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, നെല്ലിക്കുന്ന് ബാപ്പുട്ടി മുസ്ലിയാർ, ഒ.കെ. സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ച പ്രമുഖരാണ്. ബാഖിയാത്തിൽ നിന്ന് പൂർണ്ണ മാർക്കോടെ ബിരുദം നേടിയപ്പോൾ ബിരുദദാനം നടത്തിയ ശൈഖ് സിയാഉദ്ദീൻ ഹസ്രത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അഭിമാനപൂർവ്വം പറഞ്ഞു, താങ്കൾക്ക് അനുഗ്രഹ ശിസ്സുകൾ നേരുന്നു. താങ്കൾ സ്ഥാപനത്തോടുള്ള കടപ്പാട് നിർവഹിക്കുക. ഇതടിസ്ഥാനത്തിൽ 1940 മുതൽ 1948 വരെ വെല്ലൂരിൽ തന്നെ മുദരിസായി സേവനം ചെയ്തു. ശാഫിഈ ഫിഖ്ഹിലും അനന്തരാവകാശ നിയമത്തിലും മുഫ്തിയായി നിയമിക്കപ്പെട്ടു. അനാരോഗ്യം കാരണമാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വെല്ലൂർ വിട്ടത്. കേരളത്തിലെത്തിയ അദ്ദേഹം തളിപ്പറമ്പ് ഇസ്ലാം മദ്രസ, പാറക്കടവ് ജുമുഅത്ത് പള്ളി എന്നിവിടങ്ങളിൽ മുദരിസായി. 1957 മുതൽ 1963 വരെ താനൂർ ഇസ്ലാഹുൽ ഉലൂം ദർസ് മുദരിസായി സേവനം ചെയ്തു. പട്ടിക്കാട് ജാമിഅ അൽ-മില്ലിയ അറബിക് കോളേജിന്റെ സ്ഥാപക സെക്രട്ടറിയായ അദ്ദേഹം 1963 മുതൽ 1977 വരെ ജാമിഅയിൽ പ്രിൻസിപ്പൽ പദവി നിർവഹിച്ചു. ജാമിഅയിൽ നിന്ന് ഇതിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാടായിരുന്നു ദർസ്.
പിന്നീട് നന്ദി ദാറുസ്സലാമിൽ പ്രിൻസിപ്പളാവുകയും മരണം വരെ തുടരുകയും ചെയ്തു. 12,000-ഓളം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ, EK ഹസൻ മുസ്ലിയാർ, KK അബൂബക്കർ ഹസ്രത്ത്, വടവൂർ CM മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ ശിഷ്യ പ്രമുഖരാണ്. 1950-ലെ വളാഞ്ചേരി സമ്മേളനത്തിലൂടെയാണ് EK അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃരംഗത്ത് ശ്രദ്ധേയനാവുന്നത്. 1957-ൽ പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ ഒഴിവിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മരണം വരെ തലസ്ഥാനത്ത് തുടർന്നു. ക്രിസ്ത്യൻ മിഷനറി, ഖാദിയാനി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംവാദങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 1980-കളിലെ ശരീഅത്ത് വിഷയങ്ങളിലും 1990-കളിലെ ബാബരി വിഷയത്തിലും EK അബൂബക്കർ മുസ്ലിയാരുടെ പ്രായോഗിക നിലപാടുകൾ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. പ്രഭാഷണ രംഗത്തും സാഹിത്യ മേഖലയിലും നിരവധി സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അറബി, ഉറുദു, പാഴ്സി, ഇംഗ്ലീഷ്, സുറിയാനി ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. ഖാദിയാനി പഠനം, റിസാലത്തുൽ മാറാദീനി വ്യാഖ്യാനം, സ്വഹീഹുൽ ബുഖാരി കിതാബുൽ ഇൽമിന്റെ വ്യാഖ്യാനം, ശൈഖ് അലാഉദ്ദീൻ ഹിൻസി മൗലിദ്, അജ്മീർ മൗലിദ്, ഐലിക്കാട് മൗലിദ്, ഖുതുബത്തുൽ ജുമുഅ തുടങ്ങിയ പ്രധാന രചനകളാണ്. സുന്നി ടൈംസ് മുഖ്യപത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളിമാടിലെ ഫാത്തിമ ഹജ്മിയാണ് ഭാര്യ. 1996 ആഗസ്റ്റ് 19, അതായത് 1417 റബീഉൽ ആഖിർ നാളിന് തിങ്കളാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. കോഴിക്കോട് മരക്കൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമ എന്ന് പറയുന്ന മഹാപണ്ഡിത പ്രഭയുടെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.